റൈസിംഗ് ഹരിയാന. ഹരിയാനയിൽ ഓരോ പ്രദേശത്തെയും വികസനം ഉറപ്പാക്കി നായബ് സിംഗ് സൈനി സർക്കാർ. ഓരോ പൗരന്റെയും ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും സുരക്ഷയും ലഭ്യമാക്കിയാണ് ഭരണം മുന്നോട്ടു പോകുന്നത്. ജിന്ദ് ജില്ലയിലെ നർവാനയിൽ 5.25 കോടിയുടെ നിരവധി പദ്ധതികൾക്കാണ് സൈനി സർക്കാർ തുടക്കമിട്ടത്. ഹരിയാനയിലെ ജീന്ദ് ജില്ലയിലെ ചെറുപട്ടണമാണ് നർവാന. ജിന്ദ് സിറ്റിയിൽ നിന്ന് 36 കിലോമീറ്റർ അകലം. 5,25,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നർവാനയിൽ ഉടൻ നടപ്പിലാക്കുക. സച്ചാഖേഡയിൽ നിന്ന് ദബലൈനിലേക്കും മംഗലാപുരിയിലേക്കുമുള്ള റോഡുകൾ വീതി കൂട്ടുന്നതിനും നിർമ്മാണത്തിനുമായി 2.7 കോടി. ഗ്രാമത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് 1.5 കോടി. സബ് ഹെൽത്ത് സെന്ററിന്റെയും 2 ചൗപ്പാലുകളുടെയും നിർമ്മാണത്തിനായി 88 ലക്ഷം രൂപ എന്നിവയാണ് അനുവദിച്ചത്. നർവാന നിയോജക മണ്ഡലത്തിലെ 2 വാർഡുകളിൽ ഏകദേശം 57 ലക്ഷം രൂപ ചെലവ് വരുന്ന സ്ട്രീറ്റ് പ്രോജക്റ്റിനും തുടക്കമാകുന്നു. ദബലൈൻ പാലത്തിന്റെ നിർമ്മാണം, മലിനജല പൈപ്പ് ലൈനും മറ്റ് അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സംസ്ഥാനത്തെ ഓരോ പ്രദേശത്തെയും വികസനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നായബ് സിംഗ് സൈനി സർക്കാർ പ്രവർത്തിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംസ്ഥാന സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി കൃഷൻ കുമാർ ബേദി പറഞ്ഞു. വികസനം ഉറപ്പാക്കാൻ സർക്കാർ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി പറഞ്ഞു. OBC വിഭാഗങ്ങളെയും ഒപ്പം കൂട്ടിയാണ് സർക്കാരിന്റെ പ്രവർത്തനം. വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും മെറിറ്റ് അടിസ്ഥാനമാക്കിയാണ് നിയമനം മുന്നോട്ടു പോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയത്തിന് അനുസൃതമായി OBC വിഭാഗത്തിലെ മേൽത്തട്ട് വിഭാഗങ്ങളുടെ വരുമാന പരിധി 6 ലക്ഷത്തിൽ നിന്ന് 8 ലക്ഷമാക്കി ഉയർത്തി. ചണ്ഡീഗഡിൽ OBC വിഭാഗങ്ങൾക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പങ്കെടുത്തു. എല്ലാ മേഖലയിലേക്കും പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഇപ്പോൾ ഉറപ്പാക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കൈഥലയിൽ ശാക്യ സമൂഹത്തിനായി ധർമ്മശാല നിർമ്മിക്കാൻ 21 ലക്ഷം രൂപ ധനസഹായം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സമുദായക്ഷേമവുമായി ബന്ധപ്പെട്ട ശാക്യകളുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. സാമൂഹിക ക്ഷേമ സംരംഭങ്ങൾക്ക് സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമെന്ന് സൈനി പറഞ്ഞു. കാരുണ്യത്തിന്റെയും അഹിംസയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ ശ്രീബുദ്ധൻ ജനിച്ച സമുദായമാണ് ശാക്യ. കഠിനാധ്വാനത്തിന്റെയും സത്യസന്ധതയുടെയും പാരമ്പര്യമാണ് സമൂഹം ഇന്നും ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സൈനി പറഞ്ഞു. പഞ്ചായത്തുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും സംവരണം, വിദ്യാഭ്യാസത്തിലും തൊഴിലിലും സംവരണം, കുറഞ്ഞ പലിശ നിരക്കിൽ വിദ്യാഭ്യാസ വായ്പകൾ, പെൺകുട്ടികളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം എന്നിവ സൈനി സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. റോഡ് വികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നേരിട്ടാണ് മുഖ്യമന്ത്രി വിലയിരുത്തുന്നത്. അന്തർ സംസ്ഥാന റോഡുകൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാ റോഡുകളും മികച്ചതാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള അനാസ്ഥ അനുവദിക്കില്ല. റോഡുകളിലെ അറ്റകുറ്റപ്പണികളും വികസന പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കണം. തകർന്ന റോഡുകളും കുഴികളും അനുബന്ധ പ്രശ്നങ്ങളും പൗരന്മാർക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനായി പുതിയ ആപ്പും സർക്കാർ വികസിപ്പിക്കുന്നുണ്ട്. മൊബൈൽ ആപ്പ് ഉപയോക്തൃ സൗഹൃദമായിരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിൽ വികസിത ഭാരതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 വിഭാഗങ്ങളാണ് യുവാക്കൾ, വനിതകൾ, കർഷകർ, ദരിദ്രർ എന്നിവർ. ഈ കാഴ്ചപ്പാടിനനുസൃതമായി ഇവരുടെ ക്ഷേമവും ഹരിയാന സർക്കാർ ഉറപ്പാക്കുന്നു. ഈ വിഭാഗങ്ങൾക്കായി പ്രത്യേക നയം രൂപീകരിക്കാനും ക്ഷേമം ഉറപ്പാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് നടക്കുന്ന CET പരീക്ഷാ ഉദ്യോഗാർത്ഥികൾക്കായി പ്രത്യേക ബസ് സൗകര്യം സർക്കാർ ഏർപ്പെടുത്തി. 9200 ബസ്സുകളാണ് പ്രത്യേക സർവീസ് നടത്തുക. हमारे ही तो बच्चे हैं, CTET का पेपर देने आएंगे, हमारे बच्चे हैं, हरियाणा प्रदेश के बच्चे हैं,
14 लाख बच्चों ने रजिस्ट्रेशन किया है, 14 लाख। और बैठ करके वो व्यवस्था खड़ी कर दी। 9,200 बसें और पॉइंट बना दिए कि इस पॉइंट के ऊपर आपको बस मिलेगी, आप यहां पर आकर के इस बस में बैठ सकते हैं। अगर किसी गांव से 200 बच्चे पेपर देने के लिए जा रहे हैं तो उस गांव के अंदर 4-5 बसें वहीं खड़ी कर दी हैं। किसी बच्चे का कोई 5 पैसा नहीं लगेगा। अगर हमारी बेटी पेपर देने के लिए आ रही है तो उस बेटी के साथ परिवार के एक मेंबर को भी अलाउ कर दिया है। പൂർണ്ണ സമർപ്പണത്തോടെയും സേവന മനോഭാവത്തോടെയുമുള്ള സൈനി സർക്കാരിന്റെ ഭരണം നേടിത്തന്നത് ഹരിയാനയുടെ പരിവർത്തനം തന്നെ.